ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. തമ്പ്നെയിൽ കണ്ട പോലെ തന്നെ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് പണി കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനും കൂടിയാണ് ഈ വീഡിയോ. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് പേഴ്സണലി നല്ലതായെന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ തുടക്കകാലത്തൊക്കെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ലോ ക്വാളിറ്റിയിലുള്ള ലോ പ്രൈസിലുള്ള ചീപ്പ് സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ഒരു ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാതെ ലിപ്പിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് എൻ്റെ ലിപ്പ് ഈ കോലത്തിലായത്. ഈ ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായ സമയത്ത് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ. നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക്ക് വാരിയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിലാണ് ഈ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇത് ഞാൻ കുറേ റിവ്യൂ വീഡിയോസും അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു പരീക്ഷണാർത്ഥം വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 3 to 4 വീക്സ് അടുപ്പിച്ച് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇതിൽ എവിടെയും ഒരു ദിവസം പോലും ഇത് ഉപയോഗിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഡേയും നൈറ്റും ആയിട്ടാണ് ഞാനിത് ഉപയോഗിച്ചിരുന്നത്. ഡേക്ക് ഒരു ലിപ് ബാമും നൈറ്റിന് വേറൊന്നുമായിട്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തോന്നി. ഇതിൽ ആദ്യത്തേന്ന് പറയുന്നത് വിഷ് കെയറിൻ്റെ സെറാമിക് ടിൻറ്റഡ് ലിപ് ബാമാണ്. ഇതാണ് സാധനം. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയൊരു സ്റ്റിക്കാണ് വരുന്നത്. ഇത് നമ്മൾ ചുണ്ടിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീല് തരുന്ന ഒരു ലിപ് ബാമാണ്. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇട്ടൊരു ഫീലായിരിക്കും. നമുക്ക് അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാതെ വയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിപ് ബാം യൂസ് ചെയ്താൽ തന്നെ മതി. ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. ഇത് SPF 50 PA+++ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് സൺ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇത് തന്നെ തരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുണ്ടങ്ങടെ പിങ്കിഷ് ഗ്ലോ ആയിട്ട് അടിപൊളിയാവും എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മുടെ നോർമൽ ലിപ്പ് നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മുടെ ചുണ്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ അതിലേക്ക് കുറച്ചിങ്ങനെ നോർമലായിട്ട് വരുന്ന പോലെ തോന്നി എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ലിപ്സ് ലൈറ്റിൻ്റെ ലിപ് ലൈറ്റനിങ് ക്രീമാണ്. ഇതൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ. ഇത് നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്യൂബാണ് വരുന്നത്. ഇതും നല്ലതാട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഞാൻ ഒരേ സമയത്ത് യൂസ് ചെയ്യുന്ന കാരണം എനിക്കിതിൽ ഏതാണ് നല്ല റിസൾട്ട് ഫാസ്റ്റായിട്ട് തന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഞാൻ നൈറ്റ് അപ്ലൈ ചെയ്ത് കിടക്കും. രാവിലെ എണീച്ച് വാഷ് ചെയ്ത് കളയുമ്പോൾ ചുണ്ടിന് പറഞ്ഞ പോലെ ഒരു ജീവൻ വെച്ച പോലെയൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇത് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലിപ്സൊക്കെ അടിപൊളിയാക്കി എടുക്കാമെന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതിനോടൊപ്പം തന്നെ നല്ല വാട്ടർ ഇൻടേക്ക് ചെയ്യുക, നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലിപ്സ്റ്റിക്ക് അവോയ്ഡ് ചെയ്യുക. ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറമെ കുറേ ലിപ്സ്റ്റിക്കും വാരി ഇട്ട് കഴിഞ്ഞാൽ ഇതിന് അത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ലിപ്സ്റ്റിക്കിനോട് കുറേയൊക്കെ നോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമാണ് ഞാൻ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിരുന്നത്. ഡെയിലി യൂസിലെ ലിപ്സ്റ്റിക്ക് വളരെയധികം കുറച്ചിരുന്നു. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരമാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.